ഹേയ് ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ മഴവില്ല നീണ്ട ഷെഡ്യൂൾ ഇന്നലെ കഴിഞ്ഞു ഗൈസ്. ഇന്നലെ എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഇന്നലെ രാവിലെ തുടങ്ങിയ ഷൂട്ട് രാത്രി 12 മണിക്കാണ് തീർന്നത്. ബൈ ദ വൈ, ഇന്ന് നമ്മുടെ ഷെഫ് പിള്ള ചേട്ടന്റെ പുതിയ ഒരു ഹോട്ടൽ ഗൈസ്, സഞ്ചാരി ബൈ ഷെഫ് പിള്ള. എയർപോർട്ടിനകത്ത് നിങ്ങൾ ആലോചിക്കണേ, ഇങ്ങോട്ട് എവിടെയൊക്കെയാണ് ഇത് തുറക്കണത്? എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല ഗൈസ്. ബുളു 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 എന്ന് പറഞ്ഞ് ഇരുന്ന സമയം കൊണ്ട് ഷെഫ് പിള്ള ചേട്ടൻ 4 റെസ്റ്റോറന്റുകൾ തുടങ്ങും. അപ്പോ സഞ്ചാരിയുടെ ഇനോഗ്രേഷന് വേണ്ടി നമ്മളെ ഇൻവൈറ്റ് ചെയ്തേക്കാണ്. അപ്പോ നമ്മള് നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നിട്ട് പിള്ളച്ചേട്ടന്റെ പുതിയ സംരംഭത്തിന്റെ കൂടെ ഒരു പാർട്ടാവാൻ ഗൈസ്. ഇനി ഭയങ്കര ഇഷ്ടവും ഫാസിനേഷനും ഒക്കെയാണ് ഗൈസ്. കാരണം പിള്ളച്ചേട്ടൻ ഒരു ഗ്രാഫ് പോയ പോക്കുണ്ടല്ലോ. അന്ന് പോഡ്കാസ്റ്റിന് വന്നപ്പോഴാണെങ്കിലും ഞാൻ പുള്ളിക്കാരന്റെ മാക്സിമം ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പിള്ളച്ചേട്ടന്റെ ആ സംരംഭത്തിന്റെ തുടക്കം വരുന്നത്. നമ്മുടെ ലേ മെറിഡിയനകത്ത ആദ്യത്തെ റെസ്റ്റോറന്റിന് ശേഷം ഇപ്പൊ എത്ര സംരംഭങ്ങളായി എന്ന് എനിക്ക് തന്നെ എണ്ണീട്ടൊരു പിടുത്തം കിട്ടാനില്ല. അപ്പൊ എന്തായാലും പിള്ളച്ചേട്ടൻ വിളിച്ചേക്കാണ്. നമുക്ക് നേരെ എയർപോർട്ടിലോട്ട് പോവാം ഗൈസ്. എന്നിട്ട് അവിടെ എന്താണ് സെറ്റപ്പ് എന്ന് നോക്കാം. വർഷ എന്റെ കൂടെ തന്നെ ഹായോട് വർഷേ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മൾ അങ്ങനെ എയർപോർട്ടിന്റെ റോഡിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് പോവേണ്ടത് എയറോ ലോഞ്ചിലോട്ടാണ്, ബിസിനസ് ജെറ്റ് ടെർമിനൽ. അവിടെയാണ് നമ്മൾ പോകുന്നത് ഗൈസ്. അയ്യോ, സെറ്റപ്പ് ഏരിയ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്റെ മോനെ ഗൈസ്, ആലോചിക്കണേ, എയർപോർട്ടിന് അകത്താണ് പിള്ളച്ചേട്ടന്റെ പുതിയ റെസ്റ്റോറന്റ്. ഇത് പൊളിക്കും. നോർമലി നമ്മൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പിടിക്കാൻ വരുമ്പോൾ നമ്മൾ മേളിൽ കൂടെയാണ് ഗൈസ് പോണത്. ഇപ്പോ നമ്മൾ താഴെ കൂടെയാണ് പോണത്. പിള്ളച്ചേട്ടന്റെ എസ് ക്ലാസ് നടക്കുന്നത് ഗൈസ്. ഇതാണ് 0484 എയറോ ലോഞ്ച്. ഇതാണ് ഗൈസ് സഞ്ചാരി ബൈ ഷെഫ് പിള്ള. അല്ല, വിജനമായ വീഥി. സഞ്ചാരി. ഓ അതെ, സഞ്ചരിച്ച് ഇവിടെ ഒന്ന് കഴിക്കണമെന്നാണ് പിള്ളച്ചേട്ടൻ പറയണത്. ഇന്ന് നമുക്ക് മിക്കവാറും ഒരു ഹോട്ടൽ ടൂർ കിട്ടും ഗൈസ്. നോക്കാം. സൂട്ട്സ്, ഡബിൾ റൂം, റെസ്റ്റോറന്റ്, കഫേ, ലോഞ്ച്. ഇത് പ്രൈവറ്റ് ജെറ്റ് ടെർമിനൽ ആണ് കേട്ടോ. പ്രൈവറ്റ് അല്ല, ബിസിനസ് ജെറ്റ്. ആണ്ടായി സഞ്ചാരിയുടെ ബോർഡ്. ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ആയിക്കണം. നമ്മളൊരു പൊടിക്ക് ലേറ്റ് ആയി പോയി. 10 ഞാൻ പറയുമ്പോ ഒരു അരമണിക്കൂർ നിങ്ങൾ കൂട്ടിക്കോ. ഹലോ, നമസ്കാരം. ഹലോ. അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് കേട്ടോ. ഹായ്, നല്ല വൈബ് സ്ഥലം കേട്ടാ. എന്താ അത്? ഡെക്കറേഷൻസ് കൊള്ളാം ഗൈസ്. നമ്മൾ അങ്ങനെ അകത്തെത്തിയിരിക്കുകയാണ്. ഹലോ ബ്രോ, സുഖമാണോ? അടിപൊളി. പിള്ളച്ചേട്ടാ, വീണ്ടും ഒരു സംരംഭം കൂടെ നമ്മൾ തുടങ്ങുകയാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ. ഈ വർഷം തന്നെ ഇത് എത്രാമത്തതാണെന്ന് എനിക്ക് എണ്ണം കിട്ടുന്നില്ല. അത് തറയെ നിൽക്കാതെ ഞാൻ ആഴ്ചക്ക് ഇനോഗ്രേഷൻ. ഇതെങ്ങനെ സാധിക്കുന്നു? എന്താ കഴിക്കുന്നത്? അത് എനിക്കൂടെ സജസ്റ്റ് ചെയ്ത് തരുമെന്നൊക്കെ. സുഖമാണ് കേട്ടോ. ഇതെന്താ എയർപോർട്ടിനകത്ത് ഇങ്ങനെ ഭയങ്കര സംഭവം. ഇത് സിയാലുമായിട്ട് ചേർന്നിട്ടുള്ളതാണ്. അത് മുംബൈയിൽ ഒരു പാലാക്കി കട്ടേഴ്സ്. ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടിലും ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാണ്. അപ്പോൾ അവരോട് അസോസിയേറ്റ് ചെയ്ത് ഒരു 24 hours ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും മിഡ് നൈറ്റ് സ്നാക്സും താമസവും അത് മണിക്കൂർ ഹവേഴ്സ് ബേസ്ഡ് ആയിട്ട് ഇപ്പം സ്റ്റേ ചെയ്യാം. കാര്യങ്ങൾ അതെ. മച്ചാനാണ് നമുക്ക് നമ്മുടെ ലുലു മോളിലെ ആദ്യത്തെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് സെറ്റപ്പ് ചെയ്തത്. സ്വരാജ് ബ്രോ. സുഖല്ലേ? അടിപൊളി. അപ്പോൾ ഇവിടെ താമസം എല്ലാം റെസ്റ്റോറൻ്റ് എല്ലാം ഉണ്ട്. സമയമുണ്ട്. പക്ഷേ റെസ്റ്റോറൻറ്റ് ഇവിടെ വന്ന് അത് പബ്ലിക്കിനും വരാം, അതുപോലെ ട്രാവലേഴ്സ് വരാം, അവരെ കൊണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്നുള്ളവർക്കും ആക്സസ് ചെയ്യാം അല്ലേ? മൂഡ് വരികയാണെങ്കിൽ ഇങ്ങോട്ട് വരാൻ കഴിയും. കഴിഞ്ഞ ദിവസം നിങ്ങൾ കുവൈറ്റിൽ നിൽക്കുന്ന സ്റ്റോറി ഉണ്ടായിരുന്നു. എത്തുമോ? വെളുപ്പിന് 4 മണിക്ക് എത്തിയതാണല്ലേ? അവിടെ പാല് കാച്ചി ഇവിടെ വന്നു. അവിടെ പാല് കാച്ചി മറ്റേ കല്യാണല്ലേ? അവിടെ പാല് കാച്ചി ഇവിടെ കല്യാണം, അവിടെ പാല് കാച്ചി ഇവിടെ കല്യാണം. എനിക്ക് സഞ്ചാരിയുടെ ഒരു റെസ്റ്റോറന്റ് ഞാൻ നമ്മുടെ ഹരിപ്പാടാണ്, പാലക്കാട് ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ മെനു തന്നെയാണോ? ഇവിടെ കുറച്ചുകൂടെ മൾട്ടി കുസിൻ. കാരണം ഇതൊരു ഹോട്ടലിൽ വന്ന് പല ഗസ്റ്റുകൾ വരുന്നത്. അപ്പൊ എല്ലാം തന്നെ ഭക്ഷണങ്ങളുണ്ട്. ബൊഫേ ഉണ്ട്, ലഞ്ച് ഉണ്ട്. പിന്നെ നമ്മള് അപ്പൊ താങ്ക് യു, സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. കാരണം ഗൈസ്, ഞങ്ങളൊന്ന് ചുറ്റിക്ക് ഇറങ്ങിയിട്ട് വരട്ടെ ഗൈസ്. സ്വരാജ് ബ്രോ നമുക്ക് കിച്ചൺ കാണിച്ചു തരാൻ കൊണ്ടുപോവുകയാണ്. നല്ല മണം കേട്ടോ ഇവിടെ. ഹലോ, നമസ്കാരം. ഇപ്പോഴൊക്കെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ഗൈസ്. ഇത് ഓപ്പറേഷണൽ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല. ദോശമാവാണോ? പാലായിരുന്ന. അപ്പൊ ഗൈസ്, ഇതാണ് ഒരു 5 സ്റ്റാർ കിച്ചൺ.
ഹലോ നമസ്കാരം. ഞാൻ ആദ്യമായിട്ടൊന്ന് 5 സ്റ്റാർ കിച്ചണിനകത്ത് ഇത്ര വിശാലമായിട്ട് കയറുന്ന കേട്ടാ. ഇതെനിക്കൊന്ന് ഇത് ചോറുണ്ടാക്കി ചെയ്യുന്നത് ഇത് പരിപ്പാണെന്ന് തോന്നുന്നു. കൊള്ളാം ഗൈസ്, നല്ല രസം. ഞാൻ സനുബ്രോയെ വിളിച്ചായിരുന്നു ഗൈസ് ഇനോഗ്രേഷൻ. അപ്പോൾ പക്ഷേ സനുബ്രോയ്ക്ക് വയറ് വയ്യാണ്ടായിപ്പോയി. എന്താടാ സനുബ്രോ ഇങ്ങനെ? സനുബ്രോ ബാംഗ്ലൂർ പോയിട്ട് ഉള്ള ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചു കയറ്റി വയറ് വയ്യാണ്ടായിപ്പോയിരുന്നു. നമസ്കാരം ബ്രോ, സുഖമാണോ? കോർപ്പറേറ്റ് ഷെഫ്. അടിപൊളി. ട്രിവാൻഡ്രത്തെ. ഓക്കെ, ട്രിവാൻഡ്രത്ത് എങ്ങനെ പോകുന്നു? ഞാൻ ട്രിവാൻഡ്രത്ത് പോകാൻ ഗ്യാപ്പ് കിട്ടിയില്ല. നല്ലോണം പോകുന്നുണ്ട്. അടിപൊളി, സന്തോഷം. ഞാൻ വരാം ട്രിവാൻഡ്രത്തോടെ ഒരു ദിവസം ഇറങ്ങാം. ഞങ്ങളിങ്ങനെ കിച്ചൺ ജസ്റ്റ് നോക്കായിരുന്നു. ഇതെന്താ അത്, മുട്ടയോ? ഓ മാക്സ് മുട്ടയാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ വിശദമായിട്ട് ഷെഫ് പിള്ള ഫ്രീ ആവണ ദിവസം നേരെ കൊണ്ട് ഇതിന്റെ അകത്തുനിന്ന് നമുക്കൊരു കിച്ചൺ ടൂർ എടുക്കാം. എന്നാലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്തൊക്കെയാണെന്നൊക്കെ. തൽക്കാലം നമുക്ക് പുറത്തു പോകാം. നിന്നെ കാണാനില്ല. ഒരു 80 പേർക്ക് ഇരിക്കാനായിട്ടുള്ള സീറ്റിങ്ങോട് കൂടി എയർപോർട്ടിൽ വരുന്നവർക്ക് സുഖമായിട്ട് ഫുഡ് കഴിക്കാം. അതാണ് പിള്ള ചേട്ടൻ പറയണത്. അതിൻ്റെ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്ലൈറ്റ് പോകണതിന്റെ ഡീറ്റെയിൽസും കാണാം. പൊളിച്ച്. ഹായ്, ഡയറ്റ് മുടക്കി. ചുമ്മാ പറഞ്ഞ ലഡു വേണ്ട കേട്ടോ. എന്നെ കാണോ? ആ, അതെടുക്കാൻ പോയപ്പോ അത് പോവുകയും ചെയ്തു. ചുമ്മാ പറഞ്ഞ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇനി ഇരുന്ന് കുറച്ച് ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അയ്യോ, ചൂടുവെള്ളം മതിയോ? ഒരു ചായ കിട്ടിയാ കുടിക്കുന്നേ വിത്ത്. ആ ശരി, മസ്റ്റർ ഐറ്റം എന്നൊക്കെ പറയണം. ഒരു കടി അടിച്ചു നോക്കിയാണ്. ഏതാടാ? ആണോ? നോക്കട്ടെ, ബട്ടർ കുക്കി ആണോ? അടുത്തോ? ഓ, ഇത് രണ്ടാണല്ലേ? വേറെ ടേസ്റ്റ് ആണ്ടാ അല്ലേ? ഓക്കെ, ഞങ്ങളിരുന്നൊന്ന് ചില്ലടിച്ച് ഫുഡൊക്കെ വരട്ടെ. എങ്ങനെ നമുക്ക് ബിസിനസ് വേൾഡിലോട്ടൊരു ക്രാക്ക് ചെയ്യാം എന്നുള്ള ചിന്തയാണ് ഗൈസ് എൻ്റെ മനസ്സിൽ കൂടെ എപ്പോഴും ഓടുന്നത്. കാരണം നമ്മുടെ ഡ്രീം, നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ പണ്ട് കാലം മുതലൊക്കെ ഉള്ളത് നമുക്കൊരു 1000 പേർക്കെങ്കിലും ഒരു സംരംഭം ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സംരംഭം എന്നുള്ളതാണ്. പക്ഷെ അതിലോട്ട് എങ്ങനെ എത്തും എന്ന് എനിക്ക് ഇപ്പോഴും ഐഡിയ കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഒരു ബ്രേക്ക് ത്രൂ ഐഡിയ എൻ്റെ ബ്രെയിനിലോട്ട് വന്നിട്ടില്ല. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് ഗൈസ്. പിന്നെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്താണെന്ന് അറിയാമോ? എന്ത് ഐഡിയ ആണെങ്കിലും അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിലും അത് നമുക്ക് വ്ളോഗായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കത് പോസിബിൾ ആണെങ്കിൽ നിങ്ങൾക്കും അത് പോസിബിൾ ആവും. യെസ് ഗൈസ്, വി ആർ ഓൺ ദ പാത്ത് ടു സംതിങ് ഹ്യൂമങ്കസ്. പക്ഷെ എന്താണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഷെഫിളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഫാസിനേഷനും ഭയങ്കര അഡ്മിറേഷനും ഒക്കെയാണ്. പഠിക്കാം, എന്തെങ്കിലും വരും ഗൈസ്. എൻ്റെ തലയല്ലേ, എനിക്കറിയാം. അത് പുല്ലാങ്കുഴലല്ലേ ആരും വായിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ? ആര്? ചട്ടമ്പീസ് വന്നാ? ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കൂ, നമ്മുടെ ചട്ടമ്പീസ് അല്ലേ? ഗൈസ്, ജോഷുവ വന്നിട്ട് പോയി. അവൻ എയർപോർട്ടിൽ നിന്ന് എമർജൻസി ആയിട്ട് ആരെയും പിക്ക് ചെയ്യാൻ വന്ന വഴിയിൽ കയറിയതാണ് ഇത് കണ്ടപ്പോഴത്തേക്ക്. അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം ഗൈസ്. റൊട്ടി, കോയിൻ പൊറോട്ട, ചിക്കൻ കോക്കനട്ട് ഫ്രൈ, കൊല്ലം മട്ടൻ കറി, പ്രോൺ പാസ്ത. ഓഹോ, ഇത് ചിക്കൻ ടിക്ക മസാല. ഇത് നോർത്ത് ഇന്ത്യൻ ഐറ്റം പിടിച്ചു. അത് കഴിഞ്ഞ് മലബാറി ഫിഷ് കറി. ഇത് നമ്മുടെ ചമ്പാവരി ചോറ്, കുത്തരിച്ചോറ്. നമ്മളെ നാട്ടിൽ ചമ്പാവരി ചോറെന്ന് പറയും. ഇത് ദാൽ ലസൂണി, അതാരാണ് എന്തോ. ഇത് പനീർ ദോപ്യാസ. ഇത് നല്ല ടേസ്റ്റാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നു ഇപ്പോൾ കഴിച്ചിട്ടുണ്ട്. ഇത് ബിനീഷ്. ഹലോ ബിനീഷ് ബ്രോ, സുഖമാണോ? അടിപൊളി. നമ്മൾ മീനിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഷെഫിളയുടെ. അത് മീനിൽ പോയപ്പോഴത്തേക്ക്. പിന്നെ 2 സൂപ്പുണ്ട് ഇവിടെ. സ്വീറ്റ് കോൺ വെജ് സൂപ്പും റോസ്റ്റഡ് പംകിൻ ചിക്കൻ. ഏതെങ്കിലും ഒരു സൂപ്പ് തുടങ്ങാം. ഒരു വെജും ഒരു നോൺ വെജും സെറ്റാണ് കേസ്. ഞങ്ങൾക്ക് താങ്ക് യു ബ്രോ. പംകിൻ ചിക്കൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേസ് നമുക്ക് ആദ്യം. ചിക്കനൊക്കെ ഉണ്ടല്ലോ. കോയമ്പ സാധനം, അടിപൊളി.
ഞങ്ങൾ കുറച്ച് ഫുഡ് കയറട്ടെ സുഹൃത്തുക്കളെ. എൻ്റെ പ്ലേറ്റ് നോക്കൂ. ഹൈദരാബാദി വെജ് ബിരിയാണി. വെജ് ബിരിയാണിയുടെ ഫാനല്ല ഞാൻ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഹണി ചില്ലി പൊട്ടറ്റോയും പപ്പടവും റായത്തയും അച്ചാറും. ഇത് എന്തിനായിരുന്നു? ചിക്കൻ ടിക്ക മസാല. ആ ഗൈസ്, ചിക്കൻ ടിക്ക മസാല, ചിക്കൻ തേങ്ങയിൽ വറുത്തരച്ചത്, പിന്നെ ഒരു കോയിൻ പൊറോട്ടയും മട്ടൻ കറിയും. വളരെ ലൈറ്റായ ഒരു പ്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അല്ലേടാ? മംഗളകരമായി പൊറോട്ടയിൽ നിന്നും ആരംഭിക്കറേ. എന്താ മട്ടൻ, എനിക്ക് ചെപ്പിള്ളയുടെ ആടാൻ കോയിലെ മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. നമ്മുടെ സിമ്പടാ പൊളിച്ചു ഇങ്ങോട്ട് നോക്കിയാ. ഹൈദരാബാദി വെജ് ബിരിയാണി. ഞാൻ എന്ത് തെറ്റിയത് ഷെഫേട്ടാ എനിക്ക് വെജ് ബിരിയാണി തരാൻ. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ ഫ്രൈ കയറ്റും, കുറച്ച് പപ്പടം കയറ്റും, റായത്തെയും കൂടെ വെച്ചിട്ട് അടിക്കുമ്പം ഇങ്ങനെ ഒരു ഉള്ള വരും. കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ എടുത്തിട്ടെത്തിയിരിക്കുകയാണ്. പിള്ളച്ചേട്ടാ, നിങ്ങൾ ഇനി ഇങ്ങനെ വളരട്ടെ. നിങ്ങൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വലിയ ഇൻസ്പിറേഷനാണ്. അത് എനിക്കത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എന്നെ വീട്ടിലോട്ടും വിളിച്ച് എനിക്ക് ഒരുപാട് ഇൻവിറ്റേഷൻ ഉണ്ട് സുഹൃത്തുക്കളെ. അത് ഞാൻ വരുന്നതായിരിക്കും. ചേച്ചി വിളിച്ചു കേട്ടോ വീട്ടിലോട്ട്. അതെ അതെ. അപ്പൊ നമ്മുടെ ഒരു കായൽ സദ്യ, അഷ്ടമുടി കായലിലെ കുറെ മത്സ്യങ്ങളുടെ ഒരു ലഞ്ചൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഇദ്ദേഹത്തിന് ഡിസംബറിൽ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. അപ്പൊ പുള്ളിക്ക് നിർബന്ധം കൂഴാലി, അതുപോലെ അഴുക, പ്രാച്ചി, ആ വീഡിയോയിലിട്ട് കൊതിപ്പിക്കുന്ന എല്ലാം എനിക്ക് വേണം. മഡ്ക്രാവും, കല്ലുമ്മക്കായി, മുരിങ്ങയിറച്ചി, അതുപോലെ കല്ലിക്കക്ക, ഇതൊക്കെ സ്പെഷ്യൽ അഷ്ടമുടി കായലിലെ എല്ലാ സ്ഥലവും. അത് കൂടാണ്ട് നമ്മുടെ ഈ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കാഞ്ഞിരോട്ട് കായലിലെ കരിമീൻ തപ്പിയെടുത്തുകൊണ്ട് കൊടുക്കുന്നതായിരിക്കും. ഒരു മാസം പട്ടിണി. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുകൂടാണ്ട് ഇവരുടെ ഒരു സ്പെഷ്യൽ ഒരു കാൻഡിൽ ഡിന്നർ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ബ്ലോഗ് നമ്മുടെ ലൈബ്രറിയിലുള്ള ബാൽക്കണിയിൽ ഒരു 7 കോഴ്സ് ടേസ്റ്റിംഗ് മെനു ഫ്രഞ്ച് സ്റ്റൈലിൽ പുള്ളിക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ പണ്ടോട്ട് പറഞ്ഞാണ്, ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അത് ഇതിന്റെ ഇടയിൽ ഇത് രണ്ടും ബ്ലോഗിലൂടെ പറഞ്ഞാണ്. ഇവർ വന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. പോവാം. നല്ല ഫുഡ് നമ്മൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ 2 ഭീമാകാരൻ ഫുഡ് വ്ലോഗ് നിങ്ങൾക്ക് വേണ്ടി ഉടനെ ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും ഗൈസ്. അല്ലേ ഞാൻ പട്ടിണിയൊക്കെ കിടന്നിട്ട് ആ പറഞ്ഞ സാധനങ്ങൾ കേട്ടിട്ട് തന്നെ എൻ്റെ വയറ് നിറഞ്ഞ ഗൈസ്. നീ ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഇവിടെ എന്തുമാത്രം ഇൻവെസ്റ്റേഴ്സാണ് നിൽക്കുന്നതെന്നുണ്ടോ? കാരണം ഗൈസ് പുള്ളിക്കാരൻ്റെ ഒരുപാട് ഈ റെസ്റ്റോറൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരുപാട് പേരെ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു. അത് മാത്രമല്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു വേറൊരു കാര്യം, സ്റ്റാർട്ടിങ്ങിൽ പുള്ളി പറഞ്ഞില്ലായിരുന്നു ഇത് മറ്റേ ബാലാജി കേറ്ററേഴ്സുമായിട്ട് ടൈപ്പിലാണ് തുടങ്ങിയത്. അപ്പോൾ ബാലാജി കേറ്ററേഴ്സിൻ്റെ ഫൗണ്ടർ ആ പുള്ളിക്കാരനായിട്ട് സംസാരിച്ചു. ഒരു തമിഴാണ്, തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു ചേട്ടനാണ്. അപ്പോൾ പുള്ളിക്കാരൻ 1970 ഒരു ക്യാൻറ്റീൻ ബോയ് ആയിട്ട് തുടങ്ങിയതാണ്. 10 വർഷത്തിന് ശേഷം ഒരു സ്വന്തമായിട്ട് ബാലാജി കേറ്ററിംഗ് എന്ന് പറഞ്ഞ് 85 തുടങ്ങിയ സംരംഭം ഇപ്പോൾ ഓൾ ഓവർ ഇന്ത്യയിൽ 200 പരം എയർപോർട്ടിനകത്ത് റെസ്റ്റോറൻറ്റ്സ് ഇൻ കൊളാബറേഷൻ വിത്ത് ദമ്മാണ് ഇതിപ്പോൾ ഈ സഞ്ചാരി ഇവിടെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പുള്ളിക്കാരൻ്റെ മകനുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, അങ്ങനെ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരു നമസ്കാരം ചേട്ടാ, സഞ്ജു ടെക് ചെയ്തു അല്ല കാർത്തിക് സൂര്യ. കുഴപ്പമില്ല ഇല്ല കാണില്ല ശരി, ഇല്ല കുഴപ്പമില്ല ചേട്ടാ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എല്ലാടി ഒരു അമുങ്ങി നിന്നൊരു ചിരി. ഞാൻ പറഞ്ഞു വന്നത് ഗൈസ്, പുള്ളിക്കാരനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ പോഡ്കാസ്റ്റിലോട്ട് വിളിക്കുന്നതിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പഴുത്ത് കിടക്കുന്ന വണ്ടി. കാരണം പുള്ളിക്കാരൻ ഒരു ഓൺട്രപ്രന്യൂറാണ്, പക്ഷെ തമിഴാണ്. അപ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ്റെ സ്റ്റോറി കേട്ടാൽ കൊള്ളാമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഗൈസ്. എന്ത് ഡൗൺ ടു എർത്ത് ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരു സംശയം വേണ്ട, 200 പരം, അതും എയർപോർട്ടുകളിൽ ബാലാജി ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ അത് കോടികളുടെ ഒരു സംരംഭമാണ്. അപ്പോൾ പുള്ളിക്കാരൻ എങ്ങനെ ഒരു ടിഫിൻ ബോയ് ആയിരുന്നിടത്തുനിന്ന് അങ്ങോട്ട് എത്തിയെന്ന് അറിയാനൊക്കെ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി. ഒരു ലോകമാണ് ഗൈസ് ഇത്. സ്വപ്നം കാണുന്നവർക്ക് എല്ലാം അല്ലെങ്കിൽ എന്ത് നേടാൻ പറ്റുന്ന ഒരു ഭീകര ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ സ്വപ്നം കാണുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക സ്വപ്നങ്ങൾ. അതിലോട്ട് എങ്ങനെ എത്തിച്ചേരണമെന്നാണ് അറിഞ്ഞുകൂടാത്തത്. പതുക്കെ എത്തും ഗൈസ്, പതുക്കെ എത്തും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഓൾ ദി ബെസ്റ്റ് ടു പിള്ളച്ചേട്ടൻ. ഒരുപാട് പേരെ പരിചയപ്പെട്ടല്ലേ നമ്മളിന്ന്. എങ്ങനെ ഉണ്ടായിരുന്നു?
ഓക്കെ, ഇനി ഞങ്ങൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഇത് ഇന്ന് രാവിലെ എടുത്താണ് കേട്ടോ, ബൈ ദ ബൈ. അപ്പോൾ ഇന്നായിരുന്നു ഇനോഗ്രേഷൻ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ടു പിള്ളച്ചേട്ടൻ. ആൻഡ് എന്തൊക്കെ പേരാടി പറഞ്ഞത് പിള്ളച്ചേട്ടൻ? കായലിൽ അഷ്ടമുടി കായലിൽ എല്ലാ മീനും ചേർത്ത് ചേട്ടൻ്റെ വീട്ടിലൊരു ഫുഡ്, പിന്നെ ഒരു ക്യാൻഡിൽ ലൈറ്റ് നമ്മൾ പൊളിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വ്ളോഗ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുന്നു ഗൈസ്. ഇത് എങ്ങനെയെങ്കിലും സാക്ഷാത്കരിക്കണം. 1000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു സംരംഭം. എന്ത് ചെയ്യും എനിക്കറിഞ്ഞൂടാ ഗൈസ്. എന്താണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഒന്നിച്ച് നിങ്ങൾക്ക് കാണാം ഞാൻ എന്തിനാണ് ചെയ്യണതെന്ന്. പക്ഷെ ആലോചിച്ച് നോക്കിയാണ് ഗൈസ്, ഒരു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ നമ്മളുടെ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കോംപ്ലിഷ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന ഈ വാക്കുകളുടെ ഒരു ഡെപ്ത് അപ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. ബട്ട് നമുക്ക് നോക്കാം അല്ലേടാ. ബൈ ബൈ ഗൈസ്, ടാറ്റ കൊടുത്ത് ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.